السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസാത്തിൻ, ഞങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയായിരുന്നു ഒരു യുദ്ധവേളയിൽ. ഏതാണ് ആ യുദ്ധമെന്ന് മറ്റു ചില ഹദീസുകളുടെ റിവായത്തുകളിൽ നമുക്ക് മനസ്സിലാകും. അത് തബൂക്ക് യുദ്ധവേളയിലാണ്. ഫഖാല, ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ലരിജാലൻ മാ സിർതും മസീറ വലാ ഖതഅതും വാദിയ ഇല്ലാ കാനൂ മഅക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും മദീനയിൽ ചില ആളുകളുണ്ട്, അവർ നിങ്ങൾ ഏതൊരു വഴി താണ്ടിക്കടന്നുവോ, ഏതൊരു താഴ്വര താണ്ടിക്കടന്നുവോ, ആ സമയത്തെല്ലാം അവർ നിങ്ങളുടെ കൂടെയുണ്ട്. ചില റിവായത്തുകളിൽ കാണാം, വല അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ ചിലവഴിച്ച സമ്പാദ്യത്തിലും അവർ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. ഈ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വകൈഫ യകൂനൂന മഅനാ വഹും ബിൽ മദീന, അവർ എങ്ങനെയാണ് മദീനയിലായിരിക്കെ അവർ ഞങ്ങളോട് കൂടെ ആവുക എങ്ങനെയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആവുക എന്ന് പറഞ്ഞാൽ ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അവരുടെ കൂടെ ആവുക എന്നുള്ളതല്ല, മറിച്ച് പ്രതിഫലത്തിൽ എന്താണോ ഇവർ ചെയ്യുന്നത് അതേ കൂലി ആയിക്കൊണ്ട് മദീനയിൽ ഉള്ള ആളുകൾക്കുമുണ്ട്. എന്താണ് കാരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബസഹും അൽ മറദു, അവർക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അവരെ തടഞ്ഞു വെച്ചത് എന്താണ്? രോഗമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല കർമ്മങ്ങൾക്ക് നല്ല രൂപത്തിലുള്ള ഇഖ്ലാസോടു കൂടിയുള്ള ചിന്ത നമുക്കുണ്ട് എങ്കിൽ അത് ചെയ്തവന്റെ അതേ പ്രതിഫലം എന്തുണ്ടാവും? നമുക്കുണ്ടാവും. ചിലപ്പോൾ ഹജ്ജ് ചെയ്യണം എന്ന് അതിയായി ആഗ്രഹം ഉണ്ടാവും, ആ ഹജ്ജ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാവില്ല. ആ കഴിവില്ലാതിരുന്നിട്ടും നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഉംറ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത, നമുക്ക് അജിസുള്ള, അശക്തിയുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും. അത് സൗകര്യപ്പെടുകയാണ് എങ്കിൽ ഞാനത് ചെയ്യും എന്നുള്ള ദൃഢമായ ബോധ്യമുള്ള ചില കർമ്മങ്ങളുണ്ടാവും. ആ കർമ്മങ്ങൾക്ക് നമുക്ക് എത്രത്തോളം ഇഖ്ലാസോടു കൂടിയാണോ നമ്മളത് വിചാരിക്കുന്നത്, ആ ഇഖ്ലാസിനനുസരിച്ച് കൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന ബിൽ മദീനതി ലരിജാലൻ, തീർച്ചയായും മദീനയിൽ ചില ആളുകളുണ്ട്, അവർ നിങ്ങൾ ചെയ്ത എല്ലാം, അവർ യാത്ര ചെയ്യുന്നതും അവർ താഴ്വരകൾ താണ്ടിക്കടക്കുന്നതും അവർ ചെലവഴിക്കുന്നതും എല്ലാത്തിൻ്റെയും പ്രതിഫലം ആർക്ക് കൂടെ ഉണ്ട്? ആ ഒരു സംഘത്തിന് കൂടെ ഉണ്ട്, മദീനയിൽ ഇരുന്ന ആ സംഘത്തിന് കൂടെ ഉണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ നിയ്യത്തുകൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കർമ്മങ്ങളുടെയൊക്കെ നിയ്യത്തിനെ അതിയായി നന്നാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടു കൂടി ഓരോ കർമ്മങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.